നമ്മൾ കണ്ടക്ടേഴ്സ് എന്താണെന്ന് പറഞ്ഞു, ഇൻസുലേറ്റേഴ്സ് എന്താണെന്ന് പറഞ്ഞു. അതായത് കണ്ടക്ടേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റി വളരെയധികം കൂടുതലാണ്, ഇൻസുലേറ്റേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റി വളരെയധികം കുറവുമാണ്. ഇനി ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ കണ്ടക്ടിവിറ്റി ഈ രണ്ട് വസ്തുക്കളുടെയും ഇടയിലാണെങ്കിൽ, അതായത് ഒരു മെറ്റീരിയലിൻ്റെ കണ്ടക്ടിവിറ്റി കണ്ടക്ടേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റിക്കും ഇൻസുലേറ്ററിൻ്റെ കണ്ടക്ടിവിറ്റിക്കും ഇടയിലാണെങ്കിൽ അത്തരത്തിലുള്ള വസ്തുക്കളെ, അത്തരത്തിലുള്ള ഒബ്ജക്റ്റുകളെ വിളിക്കുന്ന പേരാണ് സെമി കണ്ടക്ടേഴ്സ്. ഇതാണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. സെമി കണ്ടക്ടേഴ്സ് ആർ those materials whose electrical conductivity is between conductors and insulators. അതായത് ഒരു മെറ്റീരിയലിൻ്റെ കണ്ടക്ടിവിറ്റി, ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിൻ്റെ കണ്ടക്ടിവിറ്റി കണ്ടക്ടേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റിയേക്കാളും കുറവും പക്ഷേ ഇൻസുലേറ്റേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റിയേക്കാളും കൂടുതലും ആണെങ്കിൽ, ഒന്നും കൂടി എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കണ്ടക്ടേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റിക്കും ഇൻസുലേറ്റേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റിക്കും ഇടയിലാണെങ്കിൽ അത്തരത്തിലുള്ള മെറ്റീരിയൽസിനെ വിളിക്കുന്ന പേരാണ് സെമി കണ്ടക്ടേഴ്സ്. എക്സാമ്പിളുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിലിക്കൺ, ജെർമേനിയം. 2 എക്സാമ്പിളുകളാണ് കൊടുത്തിരിക്കുന്നത്. സിലിക്കൺ, ജെർമേനിയം. നമ്മുടെ ആവർത്തന പട്ടികയിൽ, നമ്മുടെ പീരിയോഡിക് ടേബിളിൽ 14ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന 2 എലമെൻറ്റുകളാണ് സിലിക്കണും ജെർമേനിയവും. ഈ 2 ആൾക്കാരെയാണ് പൊതുവായി നമ്മൾ സെമി കണ്ടക്ടേഴ്സ് ആയി പരിഗണിക്കുന്നത്. അതായത് സെമി കണ്ടക്ടേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റി കണ്ടക്ടേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റിയേക്കാൾ കുറവായിരിക്കും, എന്നാൽ ഇൻസുലേറ്റേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റിയേക്കാളും കൂടുതലും ആയിരിക്കും. ഒന്നും കൂടി ചുരുക്കി പറയാം, കണ്ടക്ടിവിറ്റി, ഒരു മെറ്റീരിയലിൻ്റെ കണ്ടക്ടിവിറ്റി കണ്ടക്ടേഴ്സിൻ്റെയും ഇൻസുലേറ്റേഴ്സിൻ്റെയും കണ്ടക്ടിവിറ്റിക്ക് ഇടയിലാണെങ്കിൽ അത്തരത്തിലുള്ള മെറ്റീരിയൽസാണ് സെമി കണ്ടക്ടേഴ്സ്. ഉദാഹരണങ്ങളാണ് സിലിക്കണും ജെർമേനിയവും.